So first gas law is Boyle's law. ആദ്യത്തെ ഗ്യാസ് ലോ ആണ് ഏതെന്ന് പറയുന്നത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ബോയിൽസ് ലോ. അപ്പൊ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. പ്രഷറും വോളിയവും. ഓക്കെ. സോ റോബർട്ട് ബോയിൽ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. സോ ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഗ്യാസിന്റെ പ്രഷർ അതിന്റെ വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ബോയിൽസ് ലോ പറയുന്നത്. ഈ രീതിയിൽ എഴുതാം, പ്രഷർ പ്രൊപ്പോർഷണൽ ടു 1/v ഇങ്ങനെ എഴുതാം. അതല്ല എങ്കിൽ വോളിയം പ്രൊപ്പോർഷണൽ ടു 1/p എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോ രണ്ടാമത്തേത് എടുക്കുക, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ എപ്പോഴും പ്രൊപ്പോർഷണാലിറ്റി അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് k എന്നൊരു കോൺസ്റ്റന്റ് കൊടുക്കാം. ദാറ്റ് ഈസ് k ഇൻറ്റു 1/p. ശരിയാണല്ലോ. അപ്പൊ ഈ p ഇവിടെ ഡിവൈഡ് ചെയ്തു, ഇപ്പുറത്തേക്ക് മാറുമ്പോൾ എന്താ? മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് PV is equal to a constant. അപ്പൊ ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ബോയിൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് at a constant temperature the volume of a gas is inversely proportional to its pressure. That is V proportional to 1/p. V is equal to a constant into 1/p. That is PV is equal to a constant. This is the mathematical expression. അപ്പോൾ എക്സാമിന് നിങ്ങളോട് സ്റ്റേറ്റ് ബോയിൽസ് ലോ എന്ന് ചോദിച്ചാലും സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ പോരാ, ഈ എക്സ്പ്രഷനും കൂടി എഴുതിയെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ ലെറ്റ്സ് വോളിയം V1 ഈസ് ഓക്കുപ്പൈഡ്. ഇനി ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ലെറ്റ് വോളിയം V1 ഈസ് ഓക്കുപ്പൈഡ് അറ്റ് പ്രഷർ P1 ആൻഡ് ടെമ്പറേച്ചർ T1. അപ്പൊ നമുക്ക് വോളിയം V1, പ്രഷർ P1, ടെമ്പറേച്ചർ T1 ആണെന്ന് വിചാരിക്കാം. ഇനി വീണ്ടും വോളിയം ചേഞ്ച് ചെയ്യും. V1-ൽ നിന്നും V2-ലേക്ക് മാറി, പ്രഷർ P1-ൽ നിന്നും P2-ലേക്ക് മാറി. ബട്ട് ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് T2 എന്ന് കൊടുക്കേണ്ട, T1 തന്നെ ഇവിടെ കൊടുത്താൽ മതി. ബിക്കോസ് ടെമ്പറേച്ചറിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കലി ബോയിൽസ് ലോയിനെ ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതാം. അതായത് PV is equal to a constant എന്നല്ലേ? അപ്പൊ ആദ്യത്തെ ഗ്യാസിന്റെ കേസിൽ P1 V1, രണ്ടാമത്തെ ഗ്യാസിന്റെ കേസിൽ P2 V2. അപ്പൊ ഇക്വേഷൻ കിട്ടുന്നത് P1 V1 is equal to P2 V2 which is equal to a constant. ഇതാണ് മറ്റൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ബോയിൽസ് ലോ റിലേറ്റഡ് പ്രോബ്ലംസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? P1 V1 is equal to P2 V2. ക്ലിയർ ആയി? മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇതിന്റെ ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ പറഞ്ഞു ബോയിൽസ് ലോയുടെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോതേർം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫിന്റെ പേരാണ് ഐസോതേർം. ഓക്കെ. സോ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഡിഫറെന്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള ഒരു കർവാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ? ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആവുന്നു, ഇത് മറ്റൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഇത് മറ്റൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ നോക്കിക്കേ, പ്രഷർ കൂടുന്ന അനുസരിച്ച് വോളിയം ഡിക്രീസ് ചെയ്ത് വരെയല്ലേ? അപ്പൊ നമുക്ക് ബോയിൽസ് ലോന്റെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ പ്രഷറും ഇവിടെ വോളിയം കൊടുത്താൽ ഇത് എന്ന് പറയുന്നത് ബോയിൽസ് ലോയുടെ ഒരു ഗ്രാഫാണ്. മനസ്സിലായി പറഞ്ഞത്? ഇനി അതല്ല മറ്റൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? പ്രഷറും വോളിയം കൊടുത്താൽ ദാ ഇങ്ങനെ, അതായത് ഇത് താഴോട്ട് ഇങ്ങനെ വരുന്നു. ഇത് ഡിക്രീസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതും ബോയിൽസ് ലോന്റെ മറ്റൊരു ഗ്രാഫാണ്. ഇനി നമ്മൾ PV is equal to a constant എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. PV ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതെന്താണ്? ഇതാ ഇങ്ങനെ കോൺസ്റ്റന്റ്. ഇതും ബോയിൽസ് ലോന്റെ ഗ്രാഫാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ദ ലോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ അതും ഓർത്ത് വെക്കുക. അപ്പൊ ബോയിൽസ് ലോ എന്താണെന്ന് മനസ്സിലായല്ലോ? യെസ്. Then മറ്റൊരു ഗ്രാഫ് നോക്കിക്കേ. The graph represented the pressure and 1/v. പ്രഷറും 1/v കൂടി. അതായത് ശരിക്കും നമ്മൾ പറയുന്നത് എന്താണ്? പ്രഷർ പ്രൊപ്പോർഷണൽ ടു 1/v എന്നാ. അതായത് പ്രഷർ കൂടുമ്പോൾ 1/v കൂടുന്നു. 1/v കൂടുക എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? വോളിയം കുറയാന്നല്ലേ? അപ്പൊ അതാണ് പ്രഷർ. ഇങ്ങനെയും ഗ്രാഫ് വരാം കേട്ടോ.
ഇപ്പൊ ഈ പ്രഷറും വോളിയവും കൂടിയാണ് നമ്മൾ ഗ്രാഫിൽ കാണിക്കുന്നതെങ്കിൽ ഇതാണ് ഡിക്രീസ് ചെയ്യുന്ന ഗ്രാഫ്. പ്രഷറും 1/v കൂടിയാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ഇങ്ങനെ കാണിക്കണം. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്, അതറിയാമല്ലോ. ഓക്കെ, അതാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ബോയിൽസ് ലോയുടെ കേസിൽ പറയാം. ഇനി എ റിലേഷൻഷിപ്പ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബിറ്റ്വീൻ ഡെൻസിറ്റി ആൻഡ് പ്രഷർ ഓഫ് എ ഗ്യാസ് ബൈ യൂസിങ് ബോയിൽസ് ലോ. നമുക്ക് ബോയിൽസ് ലോയിൽ നിന്നും ഡെൻസിറ്റിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. വലിയ ഡെറിവേഷൻ ഒന്നും അല്ല. ഇപ്പൊ ഡെൻസിറ്റി ഡി നമുക്കറിയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം നമുക്കറിയാവുന്ന കാര്യമാണ്. ഡി ഈസ് ഈക്വൽ ടു എം ബൈ വി. ഇത് നമ്മുടെ കയ്യിലുണ്ട്. യെസ്, അപ്പൊ അത് നമുക്കറിയാം. ഇനി നമ്മളിത് എവിടെ കൊടുക്കുകയാണ്? ബോയിൽസ് ലോയിൽ കൊടുക്കുകയാണ്. ബോയിൽസ് ലോയിൽ ആക്ച്വലി നമ്മുടെ കയ്യിലുള്ളത് പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1/v എന്നുള്ളതാണ്. ശരിയാണല്ലോ? ഓക്കെ, നമുക്ക് വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഇവിടുന്ന് വിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? വി ഈസ് ഈക്വൽ ടു എം ബൈ ഡി എന്നാക്കാമല്ലോ. അപ്പൊ ഇവിടുത്തെ വിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എം ബൈ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1/v യുടെ സ്ഥാനത്ത് എം ബൈ ഡി. ശരിയല്ലേ? അപ്പൊ ഇത് തിരുമേളി പോവും. റെസിപ്രോക്കൽ ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി മുകളിൽ പോവും, എം താഴെ വരും. കറക്റ്റ് അല്ലേ പറഞ്ഞത്? നോക്കിക്കേ, അപ്പം ഇവിടെ എന്താണ്? പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ബൈ എം എന്ന് വന്നു. ഇവിടുന്ന് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു പി ബൈ കെ എന്ന് വന്നു. ശരിയല്ലേ? എം ഇൻറ്റു പി ബൈ കെ എന്ന് വന്നു. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്താണ് ഇതിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പറയും. മാസും കോൺസ്റ്റന്റ് ആണ്, കെയും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് കെ ഡാഷ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു കെ ഡാഷ് പി എന്ന് വന്നു. കണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇതാണ് നമ്മുടെ ബോയിൽസ് ലോയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തത്? ഡെൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പറയാം? ഈ കെ ഡാഷ് ഇവിടുന്ന് മാറ്റിയാൽ ഡി പ്രൊപ്പോർഷണൽ ടു പി എന്ന് വരത്തില്ലേ? അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ. അങ്ങനെ ഒരു ഇക്വേഷനും കൂടി ബോയിൽസ് ലോയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, നോക്കിയേ. What will be the minimum pressure required to compress 500 decimeter cube of air at 1 bar to 200 dm cube at 30 degree Celsius? അപ്പൊ എന്താണ് ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം എന്താണ്? വോളിയം തന്നിട്ടുണ്ട് അല്ലേ? യെസ്, ദാറ്റ് ഈസ് V1. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വോളിയം ആണ് V1, ദാറ്റ് ഈസ് 500 dm cube. Then second വോളിയം ഏതാണ്? 200, that is V2, which is equal to 200 dm cube. കംപ്രസ് ചെയ്യണം, 500ൽ നിന്നും 200ലേക്ക് ആക്കണം. ഇനി പ്രഷർ എന്താ കൊടുത്തിരിക്കുന്നത്? 1 bar, that is P1 is equal to 1 bar കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? What will be the minimum pressure? That is നമുക്ക് we have to calculate the value of P2. P2ന്റെ വാല്യൂ കാണണം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് ഇക്വേഷൻ ആണ്, ഏതാണ്? ബോയിൽസ് ലോ ആണ്. ദാറ്റ് ഈസ് P1 V1 is equal to P2 V2. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ ഈ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് വേണ്ടത് ആരെയാ? P2 ആണ്. അപ്പൊ P2നെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ടേംസിനെയൊക്കെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ദാറ്റ് ഈസ് P2 is equal to P1 V1 ഡിവൈഡഡ് ബൈ V2. ശരിയാണല്ലോ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? P1 1 ആണ്, V1 എത്രയാണ്? 500 ഡിവൈഡഡ് ബൈ V2 200 ആണ്. ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ, ദാറ്റ് ഈസ് ക്യാൻസൽ 5/2 എന്നാണ് വരുന്നത് P2. മനസ്സിലായി പറഞ്ഞത്? P2 ഈസ് പ്രഷർ നീഡഡ് ടു കംപ്രസ് ദി ഗ്യാസ്. അപ്പൊ ഞാൻ ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? 5/2 2/2.5 അല്ലേ? കിട്ടിയല്ലോ? മനസ്സിലായി? ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമുക്കത് എല്ലാ ലോയും 2-3 ഗ്യാസ് ലോയും കൂടി പറയാനുണ്ട്. അതുകൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിന്റെയും പ്രോബ്ലംസ് ഒരുമിച്ച് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഒരെണ്ണം കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ബോയിൽസ് ലോ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ഗ്യാസ് ലോ ഈസ് ചാൾസ് ലോ. അപ്പൊ നമുക്ക് അടുത്ത ഗ്യാസ് ലോ പഠിക്കാനുള്ളത് ചാൾസ് ലോ ആണ്. ചാൾസ് ലോ. ബോയിൽസ് ലോയിൽ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞതെങ്കിൽ ചാൾസ് ലോയിൽ ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്.
ബോയിൽസ് ലോയിൽ നമ്മൾ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നാണ് പറഞ്ഞതെങ്കിൽ ചാൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ചാൾസ് ലോയിൽ പ്രഷർ ആണ് കോൺസ്റ്റന്റ്, ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ ആയിരുന്നു, ചാൾസ് ലോയിൽ പ്രഷർ ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം. അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കെ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അയാളുടെ ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ചാൾസ് ലോ പറയുന്നത്. അക്കോർഡിംഗ് ടു ചാൾസ് ലോ, at a constant pressure the volume of a gas is directly proportional to its temperature. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? വോളിയം V directly proportional to temperature at a constant pressure. മനസ്സിലായോ? അപ്പം നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് K into T. T-നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് V by T is equal to a constant. So this is the mathematical expression for Charles law. എളുപ്പമല്ലേ? യെസ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഒരു എക്സ്പ്രഷൻ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട്. അതായത് ഒരു ഗ്യാസിന്റെ വോളിയം നമ്മൾ V1 എന്ന് എടുക്കുന്നു, അത് V2 ആയിട്ട് മാറി, അതേപോലെ ടെമ്പറേച്ചർ T1 നിന്നും T2 മാറി, പ്രഷറിന് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് V1 by T1 is equal to V2 by T2. ഇതാണ് എന്ത് പ്രോബ്ലം ചെയ്യാനുള്ള നമ്മുടെ ചാൾസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ നമുക്ക് ഗ്രാഫ് നോക്കാം. For all gases at a given pressure, graph of volume versus temperature is a straight line. ശരിയാണ്, കാരണം as volume increases, the temperature also increases according to Charles law, right? So we get a straight line by plotting volume against temperature. വോളിയത്തിനെയും ടെമ്പറേച്ചറിനെയും കൂടി പ്ലോട്ട് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് ചാൾസ് ലോയെ സംബന്ധിച്ച് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ബിക്കോസ് straight line means as volume increases, temperature increases. അത് തന്നെയല്ലേ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ ഡിഫറെന്റ് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള സ്ട്രെയിറ്റ് ലൈൻസിനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ദെൻ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഓരോ പ്രഷറിന്റെ ലൈനും എക്സ്റ്റെൻഡ് ചെയ്തൊരു പർട്ടിക്കുലർ റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വോളിയം കുറച്ച് സീറോ വോളിയത്തിൽ എത്തുന്ന ഒരു ടേം വരും. ആ സീറോ വോളിയത്തിൽ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഓരോ ലൈനും ഇന്റർസെപ്റ്റ് ചെയ്ത ടെമ്പറേച്ചർ റേഞ്ച് സെയിം ആണ്. ദാറ്റ് ഈസ് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് വന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇനി നമ്മൾ ബോയിൽസ് ലോയ്ക്കകത്തില് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നതുകൊണ്ട് ആ ഗ്രാഫിനെ നമ്മൾ എന്ത് വിളിച്ചു? ഐസോതേർം എന്ന് വിളിച്ചു. എന്നാൽ ചാൾസ് ലോയുടെ കേസിൽ ഇവിടെ പ്രഷർ ആണ് കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആയി വരുന്ന ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോബാർ. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഐസോബാർ. ഓക്കെ. അപ്പൊ ഇതാ നോക്കിക്കേ, ഇവിടെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചിൽ എത്തി എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം ഈ ടെമ്പറേച്ചർ എത്തുന്നതിന് മുൻപ് വരെ നമുക്ക് എല്ലാ ഗ്യാസിനെയും എന്ത് ചെയ്യാം? ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഈ ടെമ്പറേച്ചറിൽ എത്തിയാൽ പിന്നെ ലിക്വിഫാക്ഷൻ നടക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ അത്തരത്തിൽ ഒരു ഗ്യാസിന് എത്തിച്ചേരാൻ പറ്റുന്ന സീറോ വോള്യത്തിൽ എത്തിച്ചേരുന്ന ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഈ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ. മനസ്സിലായത്? ലോവസ്റ്റ് hypothetical or imaginary temperature at which gases are supposed to occupy zero volume. Zero വോള്യത്തിൽ occupy ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഗ്യാസുകളെല്ലാം ചാൾസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലും പ്രഷർ കുറവുമാണെങ്കിൽ ഗ്യാസസ് എല്ലാം എന്ത് ചെയ്യും? ചാൾസ് ലോ ഒബേ ചെയ്യും. മനസ്സിലായോ പറഞ്ഞത്? സോ ഇതാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. So moving to the next gas law which is known as Gay-Lussac's law. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്തിൽ Gay-Lussac's law of gaseous volume എന്ന് പഠിച്ചു. അതല്ല ഇവിടെ. അവിടെ നമ്മൾ ആ മൊത്തം ലോ പറഞ്ഞത് എങ്ങനെയാ? Gay-Lussac's law of gaseous volume ആണ്. അപ്പൊ ഗ്യാസിന്റെ വോളിയവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള Gay-Lussac's law ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള Gay-Lussac's law ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ തെറ്റാൻ പാടില്ല. So Gay-Lussac's law states that at a constant volume the pressure of a gas is directly proportional to its temperature. ഇവിടെ ആരാണ് കോൺസ്റ്റന്റ് ആയിട്ട് വന്നത്? യെസ്, വോളിയം ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വന്നത് അല്ലേ? യെസ്, വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കെ ഒരു ഗ്യാസിന്റെ പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആസ് ദി പ്രഷർ ഇൻക്രീസസ് ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതാണ് Gay-Lussac's law പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ പ്രൊപ്പോർഷണൽ ടു
ടി. ശരിയല്ലേ? ദാറ്റ് ഈസ് പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ P is equal to K into T. ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് P by T is equal to a constant. This is the mathematical expression for Gay-Lussac's law. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ഞാനൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഐസോതേർം എന്ന് വിളിച്ചു. ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഐസോബാർ എന്ന് വിളിച്ചു. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ഗ്രാഫിനെ, ഇവിടെ കിട്ടുന്ന ഈ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേര് ഐസോകോർ എന്നാണ്. വോളിയം കോൺസ്റ്റന്റ് ആയി വരുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരെന്താണ്? ഐസോകോർ. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം. കണ്ടോ കൊടുത്തേക്കുന്നത്? ടെമ്പറേച്ചറും പ്രഷറും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ നമുക്ക് കിട്ടുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. യെസ്, അത്രയുമാണ് ഗേ-ലുസാക്സ് ലോ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ നിങ്ങൾക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ അതിനെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ കേസിൽ പറയുമ്പോൾ വേറൊരു രീതിയിലാണ് പറയുന്നത്. നമ്മൾ മറ്റേത് തന്നെ കറക്റ്റ് തന്നെ മറ്റൊരു രീതിയിൽ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി അവഗാഡ്രോസ് ലോ പറയുന്നത് എന്താണ്? അണ്ടർ ഓൾ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, യെസ്, സെയിം വോളിയം ഓഫ് ഓൾ ഗ്യാസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അത് നോർമൽ അവഗാഡ്രോസ് ലോ ഡെഫിനിഷൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അങ്ങനെ പറയാം. മനസ്സിലായി? അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് അവഗാഡ്രോസ് ലോയിനെ എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കെ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ നമ്പർ ഓഫ് മോൾസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് V is equal to a constant into n. This is the mathematical expression for Avogadro's law. നോർമലി സ്റ്റേറ്റ് ചെയ്യുന്നതും പറയണം. എന്താണ്? അണ്ടർ ഓൾ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് ഈസ് ഡയറക്ട്ലി, അല്ലെങ്കിൽ എന്താണ്? കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. തിരിച്ചും പറയാം. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഇനി നമുക്കറിയാം ഒരു മോൾ ഓഫ് ഗ്യാസിൽ ഒക്കുപ്പൈ ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 6.022 into 10 raised to 23 ആണ്, വിച്ച് ഈസ് നോൺ ആസ് അവഗാഡ്രോ നമ്പർ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ Na അല്ലെ? അവഗാഡ്രോ നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Na യൂസ് ചെയ്തിട്ടാണ്. മനസ്സിലായോ പറഞ്ഞത്? അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചതാണ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്? മാസ് ബൈ മോളാർ മാസ്. അവിടെ നമ്മൾ മോളാർ മാസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചതാണ്, ശരിയല്ലേ? യെസ്, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. അപ്പൊ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ അവഗാഡ്രോസ് ലോ ഇപ്പൊ എഴുതിയത് V is equal to K into N എന്നല്ലേ? അപ്പൊ ഈ നമ്പർ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണല്ലോ. ആ നമ്പർ ഓഫ് മോൾസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മാസ് ബൈ മോളാർ മാസ് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? V is equal to K into മാസ് ചെറിയ m, മോളാർ മാസ് വലിയ m, ഇങ്ങനെ കൊടുക്കാം. ദാറ്റ് ഈസ് V is equal to K into M by M എന്ന് വരും. ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? മാസിന് പകരം നമുക്ക് കൊടുക്കാം. എന്ത് കൊടുക്കാം? മാസ്, അതായത് ഡെൻസിറ്റി is equal to മാസ് ബൈ വോളിയം. ദാറ്റ് ഈസ് മാസ് is equal to ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇങ്ങനൊരു ടേം ഉണ്ട് അവിടെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്താ ഈ ക്യാപിറ്റൽ എമ്മിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ M which is equal to ഈ V താഴേക്ക് വരും അല്ലേ? ദാറ്റ് ഈസ് M by V എന്ന് പറഞ്ഞാൽ ആരാ? ഡെൻസിറ്റി. അപ്പൊ K into M by V ക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഡെൻസിറ്റി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടി അവഗാഡ്രോസ് ലോയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഈ കോൺസ്റ്റന്റ് മാറ്റിയാൽ M is proportional to D എന്നല്ലേ? ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോളാർ മാസ്. അങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഇതിനകത്തുനിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓൺ എ ഷിപ്പ് സെയിലിംഗ് ഇൻ പസഫിക് ഓഷ്യൻ വെയർ ടെമ്പറേച്ചർ ഈസ് 23.4 degrees Celsius, a balloon is filled with 2 liter air. What will be the volume of the balloon when the ship reaches Indian Ocean where temperature is 26.1 degrees Celsius? അതായത് പസഫിക് ഓഷ്യനിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷിപ്പ് ടെമ്പറേച്ചർ 23.4 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ ഒരു ബലൂൺ ഫില്ല് ചെയ്തു 2 ലിറ്റർ എയർ വെച്ചിട്ട്. അത് ഇന്ത്യൻ ഓഷ്യനിലെത്തുമ്പോൾ എന്താണ്? ആ ബലൂണിന്റെ ടെമ്പറേച്ചർ, വേർ ദ ടെമ്പറേച്ചർ 26.1 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ആ ബലൂണിന്റെ വോള്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള കാര്യം എഴുതാം. ദാറ്റ് ഈസ് T1 ഇസ് ഈക്വൽ ടു 23.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഡിഗ്രി സെൽഷ്യസിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പ്ലസ് 273 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 273 പ്ലസ് എത്രയാണ്? 23.4. ദാറ്റ് ഈസ് 4, 6,
92, that is 296.4 Kelvin, right? Okay. Then a balloon is filled with 2 liter air, that is V1 is equal to 2 liter. Then we have to calculate the value of V2. Then T2 is given, that is 26.1. So convert it into Kelvin, that is plus 273, right? Yes, that is 273 plus 26.1, that is 1992, that is 299.1 Kelvin. Then we know the Charles equation. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് Charles equation ഓർമ്മ വരണം അല്ലേ? That is V1 by T1 is equal to V2 by T2. ഇവിടുന്ന് നമുക്ക് V2 കാൽക്കുലേറ്റ് ചെയ്യണം. That is V1 into T2 divided by T1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം V1 is 2, T2 is 299.1 divided by 296.4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? V2ന്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആയല്ലോ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ തുടങ്ങിയ ഡിഫറെന്റ് ഗ്യാസ് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അവിടെ നിന്നും നമ്മൾ എത്തിച്ചേരുന്ന ആ ഗ്യാസ് ലോസിന്റെ ഒക്കെ ബേസിസിൽ നമ്മൾ എത്തിച്ചേരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് ആ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ആദ്യം ഓരോ ഗ്യാസ് ലോ വീതം എഴുതാം. ബോയിൽസ് ലോ എന്തായിരുന്നു? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതായിരുന്നു എന്ത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ദെൻ ചാൾസ് ലോ എന്തായിരുന്നു? അറ്റ് കോൺസ്റ്റന്റ് pressure volume is directly proportional to temperature, that is V proportional to T, right? Then what about Avogadro's law? Yes, at a constant temperature and pressure volume of a gas is directly proportional to number of moles, that is V proportional to N. So we can combine these equations. നമുക്ക് ഈ മൂന്ന് ഇക്വേഷനെയും കൂടി കമ്പൈൻ ചെയ്യാം, ബിക്കോസ് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം? V proportional to 1 by P into T into N ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് V is equal to, ഇവിടെ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ക്യാപിറ്റൽ R ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ R into 1 by P into T into N. ഓക്കെ, ഇനി നമ്മൾ ഈ P ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് PV is equal to R into T into N. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് NRT, ദാറ്റ് ഈസ് PV is equal to NRT എന്ന് കിട്ടി. എളുപ്പമല്ലേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ ഡെറിവേഷൻ? സിമ്പിൾ അല്ലേ? ആകെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 3 ഗ്യാസ് ലോ ആണ്. അതിനെ കമ്പൈൻ ചെയ്ത് എഴുതുക. കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ R കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ടേം എന്താണെന്ന് നോക്കാം. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റിന് നമ്മളോട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ ജസ്റ്റ് PV is equal to NRT എന്ന് കൊടുത്താൽ മതി. പക്ഷെ ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യണം. P is the pressure, V is the volume, N is the number of moles, T is the temperature and R is a constant which is known as universal gas constant. R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. മനസ്സിലായല്ലോ? സോ ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഈ 3 ഗ്യാസ് ഇക്വേഷനും കൂടി ചേർന്ന് വരുന്നതാണ് ഐഡിയൽ ഗ്യാസ്. അതായത് ബോയിൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും. ഈ 3 ലോയും ഒബേ ചെയ്യുന്ന ഗ്യാസിനെ, എല്ലാ കണ്ടീഷനിലും ഈ 3 ലോയും ഒബേ ചെയ്യുന്ന ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. സോ PV is equal to NRT is the ideal gas equation. മനസ്സിലായല്ലോ? അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന് ഒരു വാല്യൂ ഉണ്ട്. അതാണ് 8.314 ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. ഈ വാല്യൂ നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യണം, ബിക്കോസ് നമുക്കത് പ്രോബ്ലത്തിന് ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ ആയാലും? ഇത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, so this is the ideal gas equation, and ideal gas equation is a relation between 4 variables and describe the state of any gas, therefore it is also called equation of state. അപ്പോൾ 4 വേരിയബിൾ തമ്മിലുള്ള ഒരു റിലേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ അതുപോലെ തന്നെ എന്താണ്, ഏത് ഗ്യാസിന്റെയും സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും നമുക്ക് ആരെ വിളിക്കാം? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ വിളിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന രീതിയിലേക്ക്
ഒരു ഇക്വേഷൻ കൊണ്ടുവരാം ഐഡിയൽ ഗ്യാസിന്റെ. ഇഫ് ടെമ്പറേച്ചർ, വോളിയം ആൻഡ് പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് വേരി ഫ്രം T1 V1 ആൻഡ് P1 ടു T2 V2 ആൻഡ് P2, നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഒരു ഗ്യാസിന്റെ വോളിയം V1, ടെമ്പറേച്ചർ T1, പ്രഷർ P1, അത് ചേഞ്ച് ചെയ്ത് T2 V2 P2ലേക്ക് മാറിയാൽ നമുക്കത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് P1 V1 by T1 is equal to P2 V2 by T2. This equation is known as combined gas equation. മനസ്സിലായോ? എല്ലാത്തിനെയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നതായതുകൊണ്ട് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് വിളിക്കും? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഇതാണ് ഐഡിയൽ ഗ്യാസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ പ്രോബ്ലം ഒരെണ്ണം ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം. അറ്റ് 25 degrees Celsius and 760 mm of Hg pressure, a gas occupies 600 millivolume. What will be its pressure at a height where temperature is 10 degrees Celsius and volume of the gas is 640 milli? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് എഴുതാം. ആദ്യം 25 degrees Celsius ടെമ്പറേച്ചർ T1 which is equal to 25 degrees Celsius. We have to convert degree Celsius into Kelvin. അപ്പൊ എന്ത് ചെയ്യണം? 25 plus 273, ശരിയല്ലേ പറഞ്ഞത്? 273 ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 5 plus 3 8, then 7 plus 2 9, that is 298 Kelvin, right? Yes. പിന്നെ എന്താണ് തന്നേക്കുന്നത്? എ പ്രഷർ ഓഫ് എ ഗ്യാസ് ഒക്കുപ്പൈ 600 മില്ലി വോളിയം, ദാറ്റ് ഈസ് V1 is equal to 600 ml എന്ന് തന്നിട്ടുണ്ട്, ആണല്ലോ. Then what will be its pressure at a height where temperature is 10 degrees Celsius? അപ്പോൾ വീണ്ടും അടുത്തത് T2 10 degrees Celsius, that is 10 plus 273, ശരിയല്ലേ? Yes, which is equal to, that is 382, that is 283 Kelvin. Then volume of the gas is 640 ml, that is V2 is equal to 640 ml. ഇത്രയും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കാണുന്നത്? Yes, the pressure of a gas occupies 760 mm Hg pressure. ഒരെണ്ണം എഴുതിയില്ല, P1 എഴുതാനുണ്ട്. P1 is equal to 760 mm Hg പ്രഷറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P2 ആണ്, ശരിയല്ലേ? അപ്പൊ നമ്മുടെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനിലേക്ക് വരാം. എന്താണ്? യെസ്, ദാറ്റ് ഈസ് V1 P1 അല്ലെങ്കിൽ P1 V1, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. P1 V1 by T1 is equal to P2 V2 by T2 എന്നാണ് ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് P1 is 760 into V1 is 600 divided by T1 is 298 which is equal to P2 അറിയില്ല, P2 is into V2 എന്ന് പറയുന്നത് 640 divided by T2 എന്ന് പറയുന്നത് 283 അല്ലേ? ഇവിടുന്ന് നമുക്ക് P2ന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? P2നെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്താണ്? യെസ്, P1 V1 അവിടെ തന്നെ, ദാറ്റ് ഈസ് 760 into 600 അല്ലേ? ദെൻ T2 മുകളിലേക്ക് വരും, ദാറ്റ് ഈസ് 283. ദെൻ താഴെ ഇവിടെ ഓൾറെഡി ഉള്ളത് 298, അങ്ങോട്ടേക്ക് V2 വരും, ദാറ്റ് ഈസ് 640. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആരെ കിട്ടും? രണ്ടാമത്തെ പ്രഷർ P2 കിട്ടും. മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പൊ ഈ രീതിയിൽ പ്രോബ്ലം ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, അത്ര ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറിയാണ്, വിച്ച് ഈസ് നോൺ ആസ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കുറച്ച് പോസ്റ്റുലേറ്റ്സ് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്: എവറി ഗ്യാസ് കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ഡിസ്ക്രീറ്റ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് കോൾഡ് ഗ്യാസ് മോളിക്യൂൾസ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തിയറിയാണ്. അതായത് എല്ലാ ഗ്യാസിനകത്തിലും എന്താണ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളതും ഇലാസ്റ്റിക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചെറിയ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരുപാട് അടങ്ങിയതാണ് ഒരു ഗ്യാസ് എന്ന് പറയുന്നത്. ആ കുഞ്ഞു പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ. Then second postulate is the volume of a gas molecule is negligibly small compared to the total volume occupied by the gas. അതായത് ഒരു ടോട്ടൽ ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം അതിലെ ഒരു പർട്ടിക്കുലർ ഗ്യാസ് മോളിക്യൂൾ ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം കൂടി നമ്മൾ കമ്പയർ ചെയ്താൽ ആ ഒരു ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾ ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്, വെരി വെരി സ്മോൾ ആണ്. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ മറ്റൊരു പോസ്റ്റുലേറ്റ് പറയുന്നത്. നെക്സ്റ്റ്,
ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. റാൻഡം എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്സാഗ് ആണ്. കാരണം അവർ ഫ്രീ ടു മൂവ് ആയതുകൊണ്ട് അവർക്ക് ഒരു ഓർഡർ ഇല്ല, ഒരു റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ഡ്യൂറിങ് ദെയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അങ്ങനെ അവർ സിഗ്സാഗ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട്. അതേപോലെ ആ കണ്ടെയ്നറിന്റെ വാൾസുമായിട്ടും കൊളീഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. ദിസ് ലീഡ്സ് ടു ദി ഗേഷ്യസ് പ്രഷർ. അത്തരത്തിൽ കൊളീഷൻ നടക്കുന്നത് കൊണ്ട് അല്ലെ ബോംബാർഡ്മെന്റ് നടക്കുന്നത് കൊണ്ടാണ് ആ ഗ്യാസിന് എന്ത് കിട്ടുന്നത്? പ്രഷർ കിട്ടുന്നതെന്ന് മറ്റൊരു പോസ്റ്റുലേറ്റ്. ദെൻ there is no intermolecular attractive forces between the gas molecules. അതായത് ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സോ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ ഇല്ല എന്നാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി പറയുന്നത്. Then the molecular collisions are perfectly elastic. That is, the total momentum or total energy before collision is equal to the total momentum after collision. അതായത് ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കൊളീഷൻ നടക്കുന്നതിന് മുമ്പുള്ള ഇവരുടെ ടോട്ടൽ എനർജി കണ്ടാലും കൊളീഷന് ശേഷമുള്ള ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ആയിരിക്കുമെന്നാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി പറയുന്നത്. Then at a particular time the different particles of gases have different speed and hence they are having different kinetic energy. എല്ലാ മോളിക്യൂൾസും ഒരേ സ്പീഡിൽ അല്ലെങ്കിൽ ഒരേ എനർജിയിൽ അല്ല മൂവ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഡിഫറെൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും എന്താണ് അവർക്ക് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കുമെന്നാണ് പറയുന്നത്. ദെൻ ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പം ഓരോ മോളിക്യൂളിനും ഓരോ കൈനറ്റിക് എനർജിയാണ് അതിൻ്റെ ഒരു ടോട്ടൽ ഒരു ആവറേജ് കൈനറ്റിക് എനർജി എടുത്താൽ അതിൻ്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് കൈനറ്റിക് തിയറിയുടെ മറ്റൊരു പോസ്റ്റുലേറ്റ്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു 3-4 പോസ്റ്റുലേറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ ഐഡിയൽ ഗ്യാസ്, വാട്ട് ഈസ് മീൻ ബൈ റിയൽ ഗ്യാസ്, ഇങ്ങനെ ഒരു 2 ടേം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ഒക്കെ പഠിച്ചു. അപ്പോൾ എല്ലാ കണ്ടീഷനും അതായത് എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും ഈ 3 ഗ്യാസ് ലോയും പെർഫെക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുന്ന ഗ്യാസിനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്നാൽ റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഈ പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനോ അല്ലെങ്കിൽ ഈ ഗ്യാസ് ലോസോ ഒന്നും എല്ലാ കണ്ടീഷൻസിലും ഒബേ ചെയ്യാത്ത ഗ്യാസിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഗ്യാസ്. ദാറ്റ് ഈസ് the gas which obeys all the gas law under all condition of temperature and pressure is called ideal gas. Ideal gas എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. പക്ഷെ ഒരിക്കലും ഒരു ഗ്യാസും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. So the gas which does not obey all the gas laws under all condition of temperature and pressure are called real gases. അപ്പോൾ ഐഡിയൽ ഗ്യാസ് എന്താണ്, റിയൽ ഗ്യാസ് എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. ഇനി നോക്കിക്കേ, ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ്, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കണ്ടീഷൻസിലും അവർ ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇവിടെ ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫ് പോകുന്നതും അതിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്ന മറ്റ് ചില ഗ്യാസുകളുടെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ? അപ്പൊ ഇതിനകത്തിൽ ഐഡിയൽ ഗ്യാസ് നോക്കിയേ പെർഫെക്റ്റ് ആയിട്ടൊരു ഡീവിയേഷനും കൂടാതെ പോകുന്നുണ്ട്. പക്ഷേ എന്താണ്, ഹീലിയവും ഹൈഡ്രജനും ഐഡിയൽ ഗ്യാസിന്റെ മുകളിലായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കാർബൺ മോണോക്സൈഡ് മീഥൈൻ്റെ നോക്കിയാൽ ആദ്യമേ താഴോട്ട് വന്നിട്ട് പിന്നെ ഒരു ഇൻക്രീസ് കാണാം. അപ്പൊ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, it can be seen that at a constant temperature PV versus P pressure plot for real gas is not a straight line. Straight line ആണോ നമ്മൾ അവിടെ കണ്ടത്? അല്ല, പലതരത്തിലുള്ള ഡീവിയേഷൻ പല ഗ്യാസിനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. In the curves for dihydrogen and helium, as the pressure increases the value of PV also increases. ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും കേസ് നോക്കിക്കേ, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് പ്രഷർ വോളിയത്തിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും കേസിൽ ഗ്രാഫ് പോയിട്ടുള്ളത്. ശരിയല്ലേ? Yes. The second type of plot is seen in the case of other gases. രണ്ടാമത്തെ പ്ലോട്ട് കാർബൺ മോണോക്സൈഡിന്റെയും അതേപോലെ മീഥൈന്റെയാണ് കൊടുത്തേക്കുന്നത്. ആ പ്ലോട്ടിൽ ഫസ്റ്റ് there is a negative deviation, അല്ലെ? ആദ്യമേ ഒരു നെഗറ്റീവ് ഡീവിയേഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഐഡിയൽ ബിഹേവിയറിൽ നിന്നും നെഗറ്റീവായിട്ട് താഴേക്കുള്ളൊരു ഡീവിയേഷൻ കാണാം. അതിനുശേഷം the PV value
decreases with increase in pressure and reaches to a minimum value എന്താ പറയുക വാല്യൂ വിച്ച് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗ്യാസ്. അതായത് തുടക്കത്തിൽ ഒരു നെഗറ്റീവ് ഡീവിയേഷൻ കാണാൻ സാധിക്കും. അതായത് പ്രഷർ കൂടുന്ന അനുസരിച്ച് പി വിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം മിനിമത്തിൽ എത്തിയിട്ട് പിന്നെ ഒരു ഇൻക്രീസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും അല്ലേ. ആഫ്റ്റർ ദാറ്റ് ദ പി വി വാല്യൂ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. ശരിയാണല്ലോ. ദ കർവ് ദെൻ ക്രോസ് ദ ലൈൻ ഫോർ ഐഡിയൽ ഗ്യാസ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ ലൈനെ ക്രോസ് ചെയ്തിട്ടല്ലയോ അത് മുകളിലേക്ക് പോകുന്നത്. യെസ്, അപ്പൊ അതൊരു പോസിറ്റീവ് ഡീവിയേഷൻ പിന്നീട് കാണിക്കുന്നു. ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ ഗ്യാസും എല്ലാ കണ്ടീഷനിലും ഐഡിയൽ ഗ്യാസ് ലോ ഒബേ ചെയ്യുന്നില്ല എന്നാണ് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ കാണിക്കാനുള്ള ഒരു ഗ്രാഫാണ് അവിടെ തന്നത്. ഇനി അടുത്തൊരു ഗ്രാഫ് നോക്കിക്കേ. ദാ റിയൽ ഗ്യാസിന്റെയും ഐഡിയൽ ഗ്യാസിന്റെയും കൂടി മറ്റൊരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ പ്രഷറും വോളിയവും കൂടിയാണ് പ്ലോട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അറ്റ് എ വെരി ഹൈ പ്രഷർ ദ മെഷേർഡ് വോളിയം ഈസ് മോർ ദാൻ ദി കാൽക്കുലേറ്റഡ് വോളിയം. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും പ്രഷർ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്നൊരു വോളിയം അല്ലാതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു വോളിയം കൂടെ എടുത്ത് നോക്കിയാൽ എന്താണ്, മെഷർ ചെയ്തിരിക്കുന്ന വോളിയമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. മനസ്സിലായോ? അതേപോലെ പ്രഷർ കുറയുന്ന അനുസരിച്ച് ഇത് രണ്ടും ഒരുപോലെ വരുന്നുണ്ടോ. പ്രഷർ നമ്മൾ താഴേക്ക് വരുന്ന അനുസരിച്ച് വോളിയം ഏകദേശം ഒരേപോലെ വന്നിട്ട് ഇവിടെ ഒരു ഇന്റർസെക്ഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ എന്തായാലും റിയൽ ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. രണ്ടും ഒരുപോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അതിന്റെ കാരണം പഠിക്കാം. എന്തുകൊണ്ട് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും റിയൽ ഗ്യാസസ് ഡീവിയേഷൻ കാണിക്കുന്നു, അതിന്റെ റീസൺ എന്താണ് എന്നുള്ളത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ടു ഫോൾട്ടി പോസ്റ്റുലേറ്റ് ഓഫ് ദി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പൊ നമ്മൾ കൈനറ്റിക് തിയറിയിൽ കുറച്ച് പോസ്റ്റുലേറ്റ് പഠിച്ചു. പക്ഷേ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻ കാണിക്കുന്നത് കൈനറ്റിക് തിയറിക്കകത്തിലെ രണ്ട് തെറ്റായ പോസ്റ്റുലേറ്റ്സ് കാരണമാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നോക്കിക്കേ. ആ തെറ്റായ രണ്ട് പോസ്റ്റുലേറ്റുകൾ ഏതൊക്കെയാ? ഫസ്റ്റ് വൺ, ദ വോളിയം ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ ഗ്യാസ്. അങ്ങനെ ഒരു പോസ്റ്റുലേറ്റ് നമ്മൾ കൈനറ്റിക് തിയറിയിൽ പഠിച്ചില്ലേ. അതായത് ഒരു ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ വോളിയം എടുത്തിട്ട് അത് ടോട്ടൽ ഗ്യാസിന്റെ വോളിയം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ വോളിയം നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന് പറഞ്ഞു. അതേപോലെ മറ്റൊരു തെറ്റായ പോസ്റ്റുലേറ്റ്, ദർ ഈസ് നോ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ. ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും തന്നെ ഇല്ലാന്നും കൈനറ്റിക് തിയറിയിൽ പറഞ്ഞു. ഈ രണ്ട് പോസ്റ്റുലേറ്റും തെറ്റാണ് എന്നാണ് പിന്നീട് തെളിയിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻ കാണിക്കുന്നു. അതെന്താന്ന് നോക്കാം. ദീസ് പോസ്റ്റുലേറ്റ്സ് മേ ബി ട്രൂ അറ്റ് ലാർജ് വോളിയം ആൻഡ് ലോ പ്രഷർ. ഈ രണ്ട് പോസ്റ്റുലേറ്റ് ശരിയാകാം. ഏത് കണ്ടീഷനിലാ? വോളിയം കൂടുതലും പ്രഷർ കുറയുകയും ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമേ ഈ പറഞ്ഞ രണ്ട് പോസ്റ്റുലേറ്റുകളും ശരിയായിട്ട് വരത്തുള്ളൂ. അതേസമയം നമ്മൾ വോളിയം കുറയ്ക്കുന്നു, പ്രഷർ കൂട്ടുന്നു, ഈ കണ്ടീഷനിൽ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു സിംഗിൾ മോളിക്യൂളിന്റെ വോളിയത്തെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാ കണ്ടീഷനിലും ഈ പോസ്റ്റുലേറ്റ് പെർഫെക്റ്റ് ട്രൂ ആവുന്നുണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ പ്രഷർ കൂടുതലാവുന്ന സമയത്ത് പ്രഷർ കൂട്ടുകയും ടെമ്പറേച്ചർ കുറയ്ക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസിന് നമുക്ക് ലിക്വിഫൈ ചെയ്യാം അല്ലേ. ടെമ്പറേച്ചർ കുറച്ച് കൂളിംഗ് നടത്തിയല്ലേ നമ്മൾ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നത്. അങ്ങനെ ലിക്വിഫൈ ചെയ്യുന്ന അപ്പൊ ലിക്വിഡ് ആകുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലേ, ഗ്യാസ് ഇടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരത്തില്ലേ മോളിക്യൂൾസിന്റെ ഇടയിൽ. പക്ഷേ കൈനറ്റിക് തിയറിയിൽ എന്താ പറയുന്നത്? ദർ ഈസ് നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ ആ ഒരു പോസ്റ്റുലേറ്റും തെറ്റാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻ കാണിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ. സോ നമ്മൾ റിയൽ ഗ്യാസസിന് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻ ഉണ്ടെന്നും അതിന്റെ റീസൺ എന്താണെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ വാണ്ടർവാൾ എന്ന മറ്റൊരു സയന്റിസ്റ്റ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഒന്ന് കറക്റ്റ് ചെയ്തു. കാരണം അതിൽ തെറ്റുണ്ടെന്നും അതിൽ ഗ്യാസസ് ഡീവിയേഷൻ കാണിക്കുന്നു എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ വാണ്ടർവാൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് മറ്റൊരു പുതിയൊരു രീതിയിൽ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. ആ ഇക്വേഷന്റെ പേരാണ് വാണ്ടർവാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വാണ്ടർവാൾ corrected the ideal gas equation by applying pressure correction and volume correction. അപ്പോൾ പ്രഷറിന്റെ ടേംസിലും വോളിയത്തിന്റെ ടേംസിലും ഒരു കറക്ഷൻ കൊണ്ടുവന്നിട്ടാണ് വാണ്ടർവാൾ എന്ത് ചെയ്തത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്തത്. അപ്പം നമുക്കറിയാം എന്താണ് 1 mole of a ഗ്യാസിന്റെ കേസിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നോർമലി പി വി ഈസ് ഈക്വൽ ടു NRT എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നിന്റെ വാല്യൂ 1 ആണ്. അതായത് നമ്പർ ഓഫ് മോൾ 1 ആണെങ്കിൽ ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു RT എന്ന് മാറുമല്ലോ.
പി വി ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് മാറും. അപ്പോൾ വാണ്ടർ വാൾ ഇതിനെ കറക്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാമോ? 1 മോളുള്ള കേസിലാണ് പറയുന്നത്. അതായത് പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഇസ് ഈക്വൽ ടു ഇവിടെ എന്നില്ല കേട്ടോ, 1 മോളിന്റെ കേസിൽ എന്ന് വരത്തില്ല. പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ടി എന്ന രീതിയിലാണ് അദ്ദേഹം ഇക്വേഷനെ മോഡിഫൈ ചെയ്തത്. എങ്ങനെയാണ്? പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ടി. ഇത് 1 മോൾ ഓഫ് എ ഗ്യാസിന്റെ കേസിൽ അദ്ദേഹം മോഡിഫൈ ചെയ്ത ഇക്വേഷൻ ആണ്. ഇനി n മോൾ ഓഫ് എ ഗ്യാസ് ആണ് ഇതിന്റെ കേസിൽ, n മോളിന്റെ കേസിൽ അപ്പോൾ എല്ലായിടത്തും n കൊടുത്താൽ മതി. ദാറ്റ് ഈസ് പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. കണ്ടോ? ഇതിനകത്തിൽ അദ്ദേഹം പുതിയതായിട്ട് കൊണ്ടുവന്ന എ ബി എന്ന ടേംസ് എന്ന് പറഞ്ഞാൽ വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ നേച്ചറിനനുസരിച്ചിരിക്കും ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ. മനസ്സിലായോ? സോ വാണ്ടർ വാൾസ് ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. സോ എന്താണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ? പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഓരോ ടേമും എന്താണെന്ന് പറയണം. പി പ്രഷർ, വി വോളിയം, എൻ ഈസ് ദ നമ്പർ ഓഫ് മോൾസ്, ദെൻ എ ആൻഡ് ബി ആർ വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ്, ദെൻ ആർ ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് ടി ഈസ് ദി ടെമ്പറേച്ചർ. മനസ്സിലായല്ലോ? സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തതാണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ?